1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ആമസോണിൽ ഫസ്റ്റ് സെയിലിനെത്തിയ നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് വിവിഡ് കോള്. 1299 രൂപയ്ക്ക് ഇറങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 1699 രൂപയാണ്. എന്തായാലും 1700 രൂപ ബഡ്ജറ്റ് അല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു വിവിഡ് കോള് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് കൊണ്ടുവരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സ് വിവിഡ് കോൾ. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ഡയലോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. കയ്യിലെടുക്കുമ്പോൾ തന്നെ കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറെ കൊണ്ടല്ല, ഇതിന്റെ ഫ്രെയിം ആക്ച്വലി സിങ്ക് അലോയ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ എന്താ പറയുക, കൈ എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് തട്ടിയാൽ പോലും അങ്ങോട്ട് പൊട്ടിപ്പോയിട്ട് ചാൻസ് വളരെ കുറവാണ്. വലതുവശത്ത് നമുക്കൊരു ക്രൗൺ ഉണ്ട്. ഇത് ആക്ച്വലി റൊട്ടേഷൻ ഒന്നും വർക്ക് ആവത്തില്ല, ജസ്റ്റ് ബട്ടൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി പറയിൽ നോക്കുകയാണെങ്കിൽ പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും അതുപോലെ തന്നെ ചാർജിംഗ് പോയിന്റ് ഉണ്ട്. വലതുവശത്തൊരു സ്പീക്കറും മൈക്കും ഉണ്ട്. ഇടതുവശത്ത് താഴെയായിട്ടൊരു ഒരു മൈക്കും കാണാൻ പറ്റും. ഇനി സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ 20mm സ്ട്രാപ്പ് സൈസോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പ് തന്നെയാണ് ഈ ഒരു വാച്ചിന്റെ കൂടെ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് ബ്ലൂ, പിങ്ക്, ഗ്രീൻ, വൈൻ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ബ്ലാക്ക് മേടിച്ചു, അയ്യോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബ്ലൂ ആയിരുന്നു കുറച്ച് ബെറ്റർ എങ്കിൽ എന്നും ഫീൽ ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല, 20mm ബ്ലൂ കളറിലുള്ള സ്ട്രാപ്പ് ഇതിലേക്ക് കൊണ്ടുവരാം. എന്തായാലും മറ്റുള്ള എല്ലാ ഇ കോമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്ലെയിൻ സിലിക്കൺ ആയിക്കോട്ടെ, അതല്ല ഏതൊരു മോഡലിലുള്ള സ്ട്രാപ്പ് ആണെങ്കിൽ പോലും അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ഓൺ ചെയ്യാം. നോയ്സിന്റെ ലോഗോ അവിടെ വന്നിട്ടുണ്ട്, നോയ്സ് എന്ന് എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ദ നോയ്സ്ഫിറ്റ് ആപ്പ്. അതായത് പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതുമാണ്, ഈ ഒരു നോയ്സ് എന്നൊക്കെ പറയണത് നമുക്ക് ഡയറക്റ്റ് അവരുടെ വാച്ചിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. മൈ ഡിവൈസിൽ പോയിട്ട് പേര് യുവർ ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ വാച്ച് ഓൺ ആണേ. നമുക്കൊന്നെങ്കിൽ ഇവിടെ കാണിക്കും, ഇതിപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കണ്ടോ കളർ ഫിറ്റ് വിവിഡ് കോള്, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത് QR കോഡ് ഉണ്ടാ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. ഇതേ കണ്ടോ പെയറിംഗ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു, ഇവിടെയും അങ്ങോട്ട് സ്റ്റാർട്ട് കൊടുത്തു. നോയ്സ്ഫിറ്റ് ആപ്പ് സിങ്ക് ആയപ്പോൾ തന്നെ ഉണ്ടാ നമ്മുടെ മൊബൈൽ ഫോണിലെ സമയവും ഡേറ്റും ഒക്കെ തന്നെ ഇതിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 1.69 ഇഞ്ചിന്റെ TFT LCD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 240x280 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 550 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി UIയിലേക്ക് വരണമെങ്കിൽ വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ മറ്റുള്ള 4 വാച്ച് ഫേസസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 5 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവരുടെ നോയ്സ്ഫിറ്റ് ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും അതൊക്കെ തന്നെ ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയാണ് ആക്ച്വലി നോട്ടിഫിക്കേഷൻസ് വരിക. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും അതുപോലെ തന്നെ സമയം, ബാറ്ററി ലെവലുണ്ട്, കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും, ഫൈൻ ഫോൺ സെറ്റിംഗ്സ്, അങ്ങനെ കുറച്ച് 4 ഐക്കൺസ് മാത്രമാണ് ഉള്ളത്. ഇനി ഇടതുനിന്ന് വലതോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫുഡ് സ്റ്റെപ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലീപ്പ് റെക്കോർഡ്, HR മോണിറ്റർ, SpO2, വെതർ കാണാം. അതുപോലെ വലതുനിന്ന് ഇടതോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ മെയിൻ മെനു ആണ്. ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നോയ്സ് ഹെൽത്ത് ആണ്. അവിടെ നമുക്ക് ആക്ടിവിറ്റി, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ, ഇത്രയും കാര്യങ്ങൾ കാണാം. എന്തായാലും SpO2 അതുപോലെ തന്നെ HR മോണിറ്ററും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ടെസ്റ്റ് കാണിച്ചിട്ടാണ്. കൂടാതെ സ്പോർട്സ്, ഇതിനകത്ത് ആക്ച്വലി 100ൽ പരം സ്പോർട്സ് മോഡ്സ് ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്തെ കണ്ട കുറച്ച് ഉള്ളുവെങ്കിൽ പോലും ഏറ്റവും അടിയിൽ വന്നിട്ട് ഈ പ്ലസ് ബട്ടൺ ലേക്ക് കഴിഞ്ഞാൽ പോപ്പുലർ, വാട്ടർ സ്പോർട്ട്, അതായത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിലോട്ട് അങ്ങോട്ട് പോയിട്ട് അത് അങ്ങോട്ട് ചൂസ് അപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കൂടാതെ മെസ്സേജസ് നമുക്ക് ഇവിടെ വന്നിട്ട് കാണാം, അതായത് നോട്ടിഫിക്കേഷൻസ് ആണ്. കൂടാതെ നോയ്സ് ബസ്, അതായത് നമുക്ക് ഇത് ആക്ച്വലി ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. നമുക്ക് റീസെൻറ്റ് കോൾസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഡയൽ പാഡ്, നമുക്ക് ആരെങ്കിലുമൊക്കെ ഇതുപോലെ നമ്പർ വിളിച്ചിട്ട് ഡയൽ ചെയ്യാൻ പറ്റും. കൂടാതെ കോൺടാക്റ്റ്, ആക്ച്വലി നമ്മൾ ഫ്രീ കോൺടാക്റ്റ് വിളിക്കുന്ന ഒരു 8 നമ്പേഴ്സ് നമുക്ക് നോയ്സ്ഫിറ്റ് ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. അതാണ് ആക്ച്വലി ഈ ഒരു കോൺടാക്ട്സ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് എന്താ പറയുക, വെതർ കാണാം, ക്യാമറ കാണാം, മ്യൂസിക് കാണാം, സ്റ്റോപ്പ് വാച്ച് കാണാം, അലാം ഉണ്ട്, ടൈമർ ഉണ്ട്, ആപ്പ്, ഫൈൻ ഫോൺ, ബ്രത്ത്, സെറ്റിംഗ്സ്, ഗെയിം, AI വോയിസ്,
കാൽക്കുലേറ്റർ. ഇതിനകത്ത് ബ്രെത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം, നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രെസ് ആണെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഈ ഒരു ഇൻഹെയിൽ എക്സൈൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് കാം ഡൗൺ ആവും. അതുപോലെ തന്നെ സെറ്റിംഗ്സിലേക്ക് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഡയലാണ് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. വൈബ്രേഷൻ ആൻഡ് റിംഗ് ടോൺ ഒന്നെങ്കിലും മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ റിംഗ് മാത്രമാക്കാം, അല്ലെങ്കിൽ റിംഗ് ആൻഡ് വൈബ്രേഷൻ ആക്കാം, ഇനി അല്ലെങ്കിൽ വൈബ്രേഷൻ ഉള്ളിൽ മാത്രമാക്കാം. കോൾ വിളിക്കുമ്പോഴത്തേക്കുള്ള സംഭവമാണ്. കൂടാതെ ബ്രൈറ്റ്നസ് ഉണ്ട്, ഇവിടെ വന്നിട്ടും കുറയ്ക്കാം. കൂടാതെ എബൌട്ട് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ പവർ ഓഫ്, റീസെറ്റ്, റീസ്റ്റാർട്ട്. അതുപോലെ തന്നെ ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നല്ല സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ നമുക്ക് സമയം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഏതെങ്കിലുമൊക്കെ ഗെയിമുകൾ, രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ഒരു UAയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും പൊതുവേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, വെയർ വാഷ് പ്രോപ്പർലി ആൻഡ് ട്രൈ അഗെയിൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലേ വാല്യൂസ് ഉള്ളതാണെങ്കിൽ ഇല്ലെങ്കിലും കാണിക്കത്തുള്ളൂ കേട്ടോ. ഇത് മാക്സിമം 65ഉം അതുപോലെ തന്നെ മിനിമം 65 വന്നിട്ടുണ്ട്. ഇനി അടുത്തത് SpO2. ഇത് SpO2 98% ഇങ്ങോട്ട് വന്ന് നിൽപ്പുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചിട്ട് മാത്രം പക്ക അങ്ങോട്ട് കൺഫേം ചെയ്യുക. ഇനി നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കട്ടെ. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു വാച്ച് പെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹോം പേജാണ്. ഇവിടെ നമ്മൾ ഇന്ന് ചെയ്ത കുറച്ച് എന്താ പറയുക ആക്ടിവിറ്റീസാണ്, നമ്മൾ ചെക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചാലഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഷോപ്പ്, കൂടാതെ മൈ ഡിവൈസസ്. ആക്ച്വലി ഈ ഒരു മൈ ഡിവൈസസ് ആണ് നമുക്ക് ആവശ്യമുള്ളൊരു വിൻഡോ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് 73% ബാറ്ററി ലെവൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ടാ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും, അൺപെയർഡ് ഡിവൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ വാച്ച് ഫേസസിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഉണ്ടെന്ന് കണ്ടാ. കാറ്റഗറൈസ് ചെയ്തിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് അതങ്ങോട്ട് വാച്ചിലേക്ക് കൊണ്ടുവരാം. ഇനി അതല്ല നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കസ്റ്റമൈസ് വാച്ച് ഫേസ് കണ്ട അത് അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മുടെ ഒന്നെങ്കിൽ ലൈവായിട്ട് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഗാലറിയിൽ പോയിട്ട് ആ ഒരു ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ ഒന്ന് അലൈൻ ചെയ്തതിനു ശേഷം ഫോണ്ടും അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റും ഒക്കെ അലൈൻ ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് വാച്ച് ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ആ ഒരു വാച്ചിലേക്ക് വരുന്നതാണ്. കൂടാതെ നോട്ടിഫിക്കേഷൻസ്, ആപ്പ് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ആക്ച്വലി ഡിസേബിൾഡ് ആണ്. എന്നാൽ നമ്മളത് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കണ്ട ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, വാട്സപ്പ് ഇത്രയും 4 എണ്ണം അതങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് എനേബിൾ ആയിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് മറ്റുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റുള്ള ആപ്പുകളുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഉണ്ട് സാധനം. നിങ്ങൾ ഏതൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കാണിക്കും. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതങ്ങോട്ട് ചെക്ക് ചെയ്തതിനു ശേഷം സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഒരു വാച്ചിലേക്ക് വരുന്നതാണ്. കൂടാതെ SMS അലേർട്ട് നമുക്ക് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ കോൾ അലേർട്ട്, അതായത് നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു കോൾ വരണമെങ്കിൽ അതും ഈ ഒരു വാച്ചിൽ കാണിക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് അതങ്ങോട്ട് ഓൺ ആക്കണം. കൂടാതെ ഹെൽത്ത് മോണിറ്റർ, നമ്മളിപ്പോൾ SpO2 മെഷർമെൻറ്റ്, വാക്ക് റിമൈൻഡർ, ഇതൊക്കെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ സെറ്റപ്പ് ചെയ്യാം. കൂടാതെ അലാം നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാം. കൂടാതെ ഗൂഗിൾ ഫിറ്റ്, മൈ കോൺടാക്ട്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ 8 ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാർ നമുക്ക് കോൺടാക്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ വന്നിട്ടാണ് കേട്ടോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വെതർ സെറ്റിംഗ്സ് ഉണ്ട്, ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്, ക്യാമറ ഷട്ടർ ഉണ്ട്, റേസ് സെൻസ് ഉണ്ട്, അതായത് നമ്മുടെ റേസ് ടു വേക്കപ്പ് ആണ്, അത് നമുക്ക് ഓൺ ആക്കി ഇടാം, ഓഫ് ആക്കാം. ഡിവൈസ് സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, അതുപോലെ തന്നെ ഡിവൈസ് ടൈം, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നോർമലി നമുക്ക് ബേസിക് ആയിട്ട് കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞല്ലേ ഇതിൽ ഒരു മിസ്സായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ടൈം ഓൺ ഓഫ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം പൊതുവെ ഈ ഒരു വാച്ചിൽ കാണേണ്ടതാണ്. പക്ഷേ വാച്ച് കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചില വാച്ചുകളിൽ ഇതുപോലെ ആപ്പിലുണ്ടാവും, പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അതും ഇവിടെ കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് മാത്രമാണ് ഈ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ ഓൺ ആയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഓമാരത് മാറ്റിയെന്ന് അറിയത്തില്ല. മേ ബി ആ ഒരു എന്താ പറയുക ബാറ്ററി സേവ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗമായിരിക്കാം. എന്തായാലും അത് വീഡിയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു 5 സെക്കൻഡൊക്കെ ഇനഫാണ് കേട്ടോ. കാരണം നമ്മൾ ജസ്റ്റ് ഒരു സമയം നോക്കാൻ വേണ്ടി മാത്രമാണല്ലോ വാച്ച് ഓപ്പൺ ചെയ്യുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ പ്രശ്നം അതിലും ഇല്ല. ഇതുപോലാണ് നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് വാച്ചിൽ കാണിക്കുന്നത്. ആരാണ് വിളിക്കുന്നത് കാണിക്കും. അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാം, കോൾ എടുക്കാം, മ്യൂട്ട് ചെയ്യാം. കോൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും മുകളിൽ കണ്ട സമയം ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യാം. കൂടാതെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, വോളിയം അപ്പ് ആൻഡ് ഡൗണും ഒക്കെ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാനും പറ്റും.
ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ 260 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഒരു വാച്ചിന് അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ടിപ്പിക്കൽ യൂസേജിലുള്ള ബാറ്ററി ലൈഫ്. 25 ദിവസം സ്റ്റാൻഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 260 mAh 100% ചാർജ് ആകാനായിട്ട് 2 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. 5V1 ആണ് ഉറപ്പായിട്ടും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് ലോ പവർ അഡാപ്റ്റർ. നിങ്ങളുടെ കയ്യിൽ ഒരു ലോ പവർ അഡാപ്റ്റർ ഇല്ലെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പവർ ബാങ്ക് ഒക്കെ വെച്ച് ചാർജ് ചെയ്യാൻ നോക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലോ പവർ അഡാപ്റ്റർ വാങ്ങിക്കുന്നതാണ് കുറച്ച് ബെറ്റർ. കാരണം നമ്മൾ ഫാസ്റ്റ് ചാർജർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ഡാമേജ് ആവാൻ വഴിയുണ്ട്. ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാനും ചാൻസ് വളരെ കുറവാണ്. സോ ഒരു ലോ പവർ അഡാപ്റ്റർ വാങ്ങിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. IP67 വാട്ടർ റെസിസ്റ്റൻറ്റും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതൊക്കെ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IP68 ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി റെയിനിൽ പോലും ഉപയോഗിക്കുമെന്ന് പറയുന്നു. പക്ഷേ IP67 എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓക്കെ ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിച്ചുള്ളൂ, നോ പ്രോബ്ലം. വാട്ടർ ആക്ടിവിറ്റി ഇതിനകത്തും ഉണ്ട്. പക്ഷേ വാട്ടർ ആക്ടിവിറ്റിക്ക് നമ്മൾ കെട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടത്തില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഈ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുമ്പോഴത്തേക്ക് കെട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തായാലും ഈ ഒരു നോയ്സ് വിവിഡ് കോളിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. 1299 ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ഉണ്ടല്ലോ, അതിന് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയും ഓവറോൾ ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, അതല്ല ഡിസ്പ്ലേ ആയിക്കോട്ടെ, എന്താ റേസ് ടു വേക്കപ്പ് ആയിക്കോട്ടെ, എല്ലാം ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഓവറോൾ വർത്ത് ബൈങ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന ഒരു റേറ്റ് തന്നെയായിരുന്നു കേട്ടോ 1299. എന്നാൽ 1699 രൂപയ്ക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണത് നിങ്ങളിപ്പോൾ റഫ് യൂസ് ആണ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടയും മുട്ടയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു ഫ്രെയിമേ പെട്ടെന്ന് പൊട്ടി പോകത്തില്ല. എന്ന് വെച്ചാൽ സിങ്ക് അലോയ് ആയതുകൊണ്ട് തന്നെ. അതല്ല ഡിസ്പ്ലേ അത്യാവശ്യം നല്ല സാച്ചുറേറ്റഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ആയിരിക്കണം, കൂടാതെ നോയ്സിൻ്റെ തന്നെ ഒരു ബ്രാൻഡ് ആയിരിക്കണം, നോയ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാച്ച് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നെങ്കിൽ 1699 രൂപയ്ക്കും വാങ്ങിക്കുന്ന വലിയ പ്രശ്നമില്ല. എന്നാൽ 1499 രൂപയ്ക്കുള്ളിൽ വരുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ കേട്ടോ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത് ഈ ഒരു വിവിഡ് കോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ ഞാൻ 1299 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുള്ളൂ, അൺബോക്സ് പീസ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.